പുനലൂർ നഗരസഭ 65 നമ്പർ അംഗനവാടിയിൽ അംഗൻ ലൈവ് പദ്ധതിക്ക് തുടക്കമായി. അംഗനവാടിയിലെത്തുന്ന കുരുന്നുകളെ മുഴുവൻ സമയവും രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് പദ്ധതി. നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ പറഞ്ഞു. പുനലൂർ നഗരസഭയിലെ പവർ ഹൗസ് വാർഡിലെ 65 നമ്പർ കരിക്കത്തിൽ പ്രസന്നൻ മെമ്മോറിയൽ അംഗനവാടിയിലാണ് അംഗൻ ലൈവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യ വലിയ തോതിൽ വികസിച്ച ഈ കാലത്ത് അംഗനവാടികളിൽ എത്തുന്ന കുരുന്നുകളെ മുഴുവൻ സമയവും രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കുന്നത് കാലാനുസൃതമാണെന്നും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ എല്ലാ അംഗനവാടികളിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നല്ല ആശയമാണ്. യഥാർത്ഥത്തിൽ ഈ ആശയം ജയപ്രകാശനോട് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിലും മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിലും ഈ ആശയത്തെ പിന്തുണയ്ക്കുകയും ഇതിൻ്റെ ഒരു നിർവഹണം ഇവിടെ സാധ്യമായതിന് ശേഷം ഇത് നഗരസഭയിലെ എല്ലാ അംഗനവാടികൾക്കും ബാധകമാക്കാൻ ഒരു തീരുമാനമെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, അംഗനവാടിയിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. പ്രായമായവരുടെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചു വരികയും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് അങ്ങനെയാണ് കേരളത്തിൻ്റെ. അതാണ് നമുക്ക് ഈ സ്കൂളുകളിൽ കുട്ടികൾ കുറവാണ് എന്ന് നമ്മൾ പറയുന്നത്, അംഗനവാടികളിൽ കുട്ടികൾ കുറവാണ് എന്ന് പറയുന്നത്. പക്ഷേ 13 കുട്ടികൾ ലൈവായിട്ട് വന്ന് പഠിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും അപ്പോൾ അംഗനവാടികൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉള്ള കാര്യം, ഈ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതിനോട് പലപ്പോഴും അതിനൊരു വിലയില്ല. നമ്മൾ ഈ പ്ലേ സ്കൂളുകളിലൊക്കെ 5000-10000 ഒക്കെ കൊടുത്ത് ധാരാളം കുട്ടികളെ കൊണ്ട് ചേർക്കാറുണ്ട്. അംഗനവാടികൾ അത്രയൊരു ഒന്ന് വളർന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് സ്മാർട്ട് അംഗനവാടികളാകുക എന്നുള്ളത് അംഗനവാടികളുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക്, നൂതനമായ കാര്യങ്ങൾ പുനലൂരിൽ അംഗനവാടികളിൽ നമുക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം എന്ന ആഗ്രഹമാണ് എനിക്ക് CDPO അടക്കമുള്ള ആളുകളോട് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇതൊക്കെ CDPO ഒക്കെ നേതൃത്വത്തിലാണ് ഇതുവരെ ലഭ്യമാകാത്തത് ചെറിയ ഫ്രിഡ്ജും മിക്സിയും എല്ലാ അംഗനവാടികൾക്കും നമ്മളിപ്പോൾ തന്നെ ഈ വരുന്ന ആഴ്ച വിതരണം ചെയ്യാവുന്ന നിലയിലാണ്. അപ്പോൾ ആളുകൾ കൂടുതൽ ഈ സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷക്കണക്കിന് രൂപയാണ് അംഗനവാടികളുടെ പ്രവർത്തനത്തിനും അതിനെ നയിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ ആയിട്ട് സ്റ്റേറ്റ് മുടക്കുന്നു. അപ്പോൾ അതിന് റിസൾട്ട് വേണം. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. നമുക്ക് ഈ അംഗനവാടികൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, ഈ സൗകര്യങ്ങളെല്ലാം ഒരു പുതിയ തലമുറയ്ക്ക് നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഏത് ഭരണകൂടത്തിൻ്റെയും, അത് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് അടുത്ത തലമുറയെ നമുക്ക് മുകളിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളത്. കുരുന്നുകളെ അംഗനവാടിയിൽ വിട്ടുകഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ പലരും ആശങ്കയിലാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് അംഗനവാടിക്കുള്ളിലും പുറത്തും ക്യാമറകൾ വെച്ചും ഇന്റർനെറ്റ് വഴി രക്ഷിതാക്കളുടെ ഫോൺ വഴി എപ്പോൾ വേണമെങ്കിലും നിരീക്ഷിക്കാൻ കഴിയുന്ന ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ശിശുക്ഷേമ വികസന ഓഫീസർ, നഗരസഭാ ഓഫീസ് എന്നിവിടങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് കൂടി കാണാൻ കഴിയും എന്നതിനാൽ സ്ഥാപനം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതിനും കഴിയും. നിർമ്മാണ സ്ഥാപനമായ ഹാബിറ്റാറ്റാണ് ക്യാമറയും ഇന്റർനെറ്റ് സൗകര്യവും സൗജന്യമായി ഒരുക്കി നൽകുന്നത്. കൗൺസിലർ ജി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, ഹാബിറ്റാറ്റ് എഞ്ചിനീയർ നവീൻ ലാൽ, CDPO അനീസ റാണി, കൗൺസിലർമാരായ ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ, സുനിൽ തോമസ്, രാജപ്പൻ, ഷെമി അസീസ്, EK ഷെർലി, സുധർമ്മ, ടിൻഡു ആർത്തങ്കം, പ്രീതി പ്രസേനൻ, ലത, ഉമേഷ്, സേതുകുമാർ, ജോമോൻ, മണി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.